ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്നലത്തെ ഒരു വിപണി നമ്മൾ നോക്കുമ്പോൾ 6 ദിവസത്തെ ആ ഒരു തുടർച്ചയായ നേട്ടത്തിന് ശേഷം പിന്നീട് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു വിപണിയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് നടത്തി. ഇന്നലത്തെ ഒരു FIDI ഫ്ലോസ് നോക്കുമ്പോൾ 728 കോടിയുടെ ഒരു അറ്റ വിൽപ്പനയാണ് FIകൾ നടത്തിയത്. എന്നാൽ DIകൾ ഇന്നലെ 6156 കോടിയുടെ ഒരു അറ്റ വാങ്ങൽ നടത്തി. എന്നാൽ ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നിമിഷം നമുക്ക് കാര്യമായ ഒരു ഇടിവൊന്നും കാണുന്നില്ല. ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. 25,909 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഫ്ലാറ്റ് ഇടിവ് തന്നെയാണുള്ളത്. 58,820 എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മറ്റ് ഗ്ലോബൽ ക്യൂസിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് US വിപണിയിൽ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു ഇടിവിന് ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെയൊക്കെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത് ഇന്നലെ ഡൗ ജോൺസിൽ 1% മുകളിലായിരുന്നു ഇടിവ്. S&P 500 0.82% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 1.21% ഇടിവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US വിപണിയിൽ ഏതായാലും AI ബബിൾസിൻ്റെ ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി വരുന്ന NVIDIAയുടെ റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ മാസത്തെ ജോബ് ഡാറ്റയും ഈ ആഴ്ച പുറത്തു വരുന്നുണ്ട്. അതും വിപണിയെ സംബന്ധിച്ച് US-ൽ വളരെ നിർണായകമാണ്. ഇന്നലത്തെ ഒരു ഇടിവ് നോക്കുമ്പോൾ മാഗ്നിഫിസെന്റ് 7 ഓഹരികളായ NVIDIA, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, മെറ്റ, ആപ്പിൾ, ആൽഫബെറ്റ് തുടങ്ങിയ ഓഹരികളൊക്കെ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ പാലാൻഡർ, ഒറാക്കിൾ, AMD തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ ഇടിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു നില നോക്കുമ്പോൾ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ന് രാവിലത്തെ ട്രേഡിങ്ങിൽ നമുക്കൊരു നേട്ടമൊക്കെ കാണാൻ സാധിച്ചതെന്ന് മാത്രമല്ല ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ബിറ്റ്കോയിനെ സംബന്ധിച്ചും വളരെ നിരാശപ്പെടുന്ന ഒരു ദിവസമായിരുന്നു. $90,000 താഴെ ഇന്നലെ ബിറ്റ്കോയിൻ ടച്ച് ചെയ്യുകയുണ്ടായി. ഈ ഒരു ഇടിവ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം തുടർച്ചയായ ഒരു 7 മാസത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഇടിവ് അല്ലെങ്കിൽ ഒരു $90,000 താഴെ വന്നത്. ബിറ്റ്കോയിൻ 2025 എല്ലാ നേട്ടവും കൈവിട്ട രീതിയിലുള്ളൊരു ട്രേഡിങ്ങുമാണ് ഇന്നലെ കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. സുരേഷ് സാർ, ഇന്നലത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് US-ലൊക്കെ ഒരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബിറ്റ്കോയിനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇനി വിപണിയിലോട്ട് വരുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട വാർത്തകൾ ഏതൊക്കെയാണ്? ശരിയാണ് വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ US മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ഫോൾ അല്ലേ. അവിടുത്തെ കൺസേൺ ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിൻ്റെ ഒരു ബബിളാണോ എന്നുള്ള ഒരു ഡിസ്കഷൻ ഒരു സൈഡിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഒരു സൈഡിൽ കൂടി. അതുകൂടാതെ ഇനി വരാൻ പോകുന്ന ഫെഡിൻ്റെ അടുത്ത FOMC മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാവണം പൊതുവെ US മാർക്കറ്റ് ഇന്നലെ വീണതെന്നുള്ള. അപ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ ഞാൻ നോക്കുമ്പോൾ S&P 500 ഇന്നലെ 0.83% ഡൗൺ ആയിരുന്നു. വിഷ്ണു പറഞ്ഞു. നാസ്ഡാക്ക് -1.21% ഡൗൺ ആണ്. ഡൗ ജോൺസ് -1.7% ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് AI ടെക്നോളജീസ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് US മാർക്കറ്റിൻ്റെ ഗെയിനേഴ്സും ഒന്ന് ലൂസേഴ്സും കൂടി നോക്കിയപ്പോൾ ഇന്നലെ ഗെയിനേഴ്സ് ആ പാടെ ഫാർമ കമ്പനീസിലാണ് ഗെയിനിങ് വന്നേക്കുന്നത്. അതായത് മെർക്ക് ഏതാണ്ട് 4.03% അപ്പാണ്. ആൻഡ് US മാർക്കറ്റിൽ തന്നെ 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുന്നതും അനദർ ഫാർമ കമ്പനി തന്നെയാണ്, വിച്ച് ഈസ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ളത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ പൊതുവെ നമ്മൾ സാധാരണ ഡിഫൻസീവ് സ്റ്റോക്സ് എന്ന് പറയാറുള്ള ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആയിരുന്നു ഇന്നലെ നന്നായിട്ട് രീതിയിൽ പെർഫോം ചെയ്തതെന്നാണ് ഈ പറയുന്ന പോലെ മെർക്കിൻ്റെ ജോൺസൺ ആൻഡ് ജോൺസന്റെ പെർഫോമൻസും കാണിക്കുന്നത്. എന്നാൽ ലൂസേഴ്സ് നമ്മൾ പറയും പോലെ സ്ഥിരമായിട്ട് ആമസോൺ 4.43% ഡൗൺ ആണ്, മൈക്രോസോഫ്റ്റ് 2.67% ഡൗൺ ആണ്, NVIDIA 2.67% ഡൗൺ ആണ്, ഹണിവെൽ 2.38% ഡൗൺ ആണ്. അതായത് ടെക് സ്റ്റോക്സ് ഒക്കെ ഡൗൺ ആവണം. AI സ്റ്റോക്സിൻ്റെ ഓവർ വാല്യുവേഷനാണ് കാരണം എന്ന് പറയും. അപ്പോൾ ഞാൻ പൊതുവേ US മാർക്കറ്റ് കുറച്ചുകൂടി ഒന്ന് നോക്കിയപ്പോഴേ ശരിക്കും പറഞ്ഞാൽ S&P 500-ൻ്റെ 60% സ്റ്റോക്സും ഇന്നലെ ഗ്രീൻ ആയിരുന്നു. എന്നാൽ മാക്സ് 7 സ്റ്റോക്സിലെ 4 സ്റ്റോക്സ് കാരണമാണ് നമ്മൾ ഈ കാണുന്ന ഫോളോ മാർക്കറ്റിൽ കണ്ടേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ മാഗ്നിഫിസെന്റ് 7 വലിയ രീതിയിലൊരു പ്രാധാന്യം S&P 500 ഉണ്ട് എന്ന രീതിയിലൊക്കെ സാർ അബ്സല്യൂട്ട്ലി. ഇപ്പോൾ മാക്സ് 7 സ്റ്റോക്സും പിന്നെ നമ്മൾ ഒരു 2 സ്റ്റോക്സും കൂടെ ചേർന്ന് ഒരു ടോട്ടൽ 9 സ്റ്റോക്സ്, അതായത് പലാന്ററും ബ്രോഡ്കോമുമാണ് മാക്സ് 7 ഉൾപ്പെടാത്തത്. ഇതെല്ലാം കൂടെ ചേർന്ന് പറയുന്നു ദ അമേരിക്കൻ വെൽത്ത് ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ ദീസ് 9 സ്റ്റോക്സ് ഇൻ S&P 500, വേറാസ് 491 സ്റ്റോക്സിൻ്റെ ഏർണിങ്സും വെയിറ്റേജും
വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ ആ പ്ലേ ബുക്ക്, ആ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇപ്പോൾ US മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ടോപ്പ് 4 സ്റ്റോക്സിലാണ് ഇന്നലെ ഹിറ്റ് കിട്ടിയത്. അത് കാരണം മാർക്കറ്റ് ഇത്രയും വീണു. അപ്പോൾ ഒരു 7 സ്റ്റോക്സിനോ ആ ഒരു 9 സ്റ്റോക്സിനോ ഹിറ്റ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതലും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഇതൊരു ഹെൽത്തി കറക്ഷൻ ആയിരിക്കണം US മാർക്കറ്റിൽ. കാര്യം എവിടെയാണോ എക്സസസ് ഉള്ളത്, തടി കൂടുതലുള്ളത്, അവിടെയാണ് മെലിയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. അല്ലാണ്ട് US മാർക്കറ്റ് ഇപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹെൽത്തിനെസ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല വിഷ്ണു. കാര്യം എന്നറിയോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 60% വാല്യൂ സ്റ്റോക്സും ഗ്രീനിലാണ് US-ൽ. എന്നാൽ ഈ പറയുന്ന 4 സ്റ്റോക്സ് മാത്രമാണ് നെഗറ്റീവ് എന്നുള്ളതാണ് ആ പ്രത്യേകത എന്നുള്ള. അപ്പോൾ അങ്ങനെ US മാർക്കറ്റ് പോകുന്നു. നമുക്കിനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കാര്യങ്ങളൊക്കെ പോകും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞാൻ ഇന്നലെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു 25-30 കൊല്ലമായല്ലോ മാർക്കറ്റിൽ നമ്മളുണ്ടായിട്ട്, പല ഫണ്ട് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിലും ഒരു മാർക്കറ്റ് കമൻറ്റേറ്റർ എന്നുള്ള രീതിയിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലുമൊക്കെ നമ്മൾ പല റോളിൽ ബിസിനസ്സിൻ്റെ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്ത് പോർട്ട്ഫോളിയോ മാനേജർ എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടും ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം കണ്ടിട്ടില്ല എൻ്റെ വിഷ്ണു. അതായത് ഇന്നലെ ഗ്രോ ഇന്നലെ എത്രയായിരുന്നു കയറിയത്? എനിക്ക് തോന്നുന്നു 5 ദിവസം കൊണ്ട് ഏതാണ്ട് 90% അപ്രീസിയേഷൻ അല്ലേ. എനിക്ക് തോന്നുന്നു 18th നവംബർ ക്ലോസ് ഇന്നലെ 189 ആണ്. IPO ലിസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്കാണെന്ന് തോന്നുന്നു. 12ാം തീയതി 12th നവംബർ 2025 100 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക്, അതായത് ഗ്രോ എന്ന് പറയുന്ന IPO, അതായത് ബില്യൺ ബ്രെയിൻസ് ഗറാഷ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്, അതാണല്ലോ ആ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത്. 5 ദിവസം കൊണ്ട് 18th നവംബറിന്റെ ക്ലോസ് 189, അതായത് 89 മുതൽ 90% വരെ റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺബിലീവബിൾ. അതായത് ഓൾമോസ്റ്റ് ഡബിളിൻ്റെ അടുത്ത്. അതായത് 5 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുകയെങ്കിൽ പിന്നെ വേറെ എന്ത് പണിക്ക് പോകണം എന്നുള്ള രീതിയിലേക്ക് ആയിരുന്നല്ലോ. ഒരു പക്ഷേ ഈ ഗ്രോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബില്യൺ ബ്രെയിൻസ് ഗറാഷ് വെഞ്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വളരെ വലിയ രീതിയിൽ ഫേമസ് ആണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സീറോദായും കോവിഡിന് ശേഷം സീറോദ, ഗ്രോ, അപ്പ് സ്റ്റോക്സ് ഒക്കെ ഈ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് അല്ലെങ്കിൽ ന്യൂ ഏജ് ടെക്നോളജി പ്ലാറ്റ്ഫോം ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. മച്ച് ഹൈപ്ഡ് ആയിട്ടുള്ളൊരു IPO ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റും കൂടെ വരും എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ഇന്നലെ വേറൊരു ന്യൂസും കൂടെ ഉണ്ടായിരുന്നു. അതായത് തുഹിൻ പാണ്ഡെ, അതായത് സെബി ചെയർമാൻ, സെബി ചീഫ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇക്വിറ്റീസ് ഇന്ത്യയിലെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വളരെ അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 to 5 ഇയേഴ്സിനുള്ളിൽ ഈ ഇൻവെസ്റ്റർ ബേസ് ഡബിൾ ആവാനുള്ള സാധ്യതകളുണ്ട്. അതിലേക്ക്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ബിസിനസ്സുകളുടെയും പെർഫോമൻസ് നല്ലതാവുകയാണെങ്കിൽ അടുത്ത 3 to 5 കൊല്ലത്തിനുള്ളിൽ ഇൻവെസ്റ്റർ ബേസ് ഡബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുകൂടി ഇന്നലെ സെബി ചെയർമാൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്റ് ഫെബ്രുവരി 1 നടക്കുന്നത്. 2026 ഫെബ്രുവരി 1 നമ്മുടെ ഇപ്രാവശ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. ആ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് അതൊരു പ്രാക്ടീസാണ്, ഒരു കസ്റ്റമാണ്. ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമ്മല സീതാരാമൻ ഇൻഡസ്ട്രി ഹെഡ്സ് ആയിട്ടൊരു മീറ്റിംഗ് നടത്തും. പല സെക്ടറിൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അങ്ങനെ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു പാനലായിട്ട് സംസാരിച്ചപ്പോൾ, എക്സ്പേർട്സായിട്ട് സംസാരിച്ചപ്പോൾ പലരും ഫിനാൻസ് മിനിസ്ട്രിയിൽ വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് STTയുടെ കാര്യത്തിൽ, അതായത് ഇപ്പം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻക്രീസ് ചെയ്തല്ലോ. ക്യാപിറ്റൽ ടാക്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ STT ഒന്നില്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ അബോളിഷൻ ചെയ്യണം. അതായത് STT കൊണ്ടുവരാനുള്ള കാരണം, പണ്ട് ശ്രീ ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇതേപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അബോളിഷ് ചെയ്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറച്ചപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ ട്രാൻസാക്ഷനെ ടാക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാക്സാണ് STT എന്ന് പറയുന്നത്. ആ STT വച്ചിരുന്നത് ഈ പറയുന്ന പോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അബോളിഷ് ചെയ്തിരുന്ന ഒരു റെജീമിലായിരുന്നു. ഇപ്പം നൗ ദാറ്റ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇസ് ബാക്ക്, എന്തിനാണ് STT എന്നുള്ളൊരു ചോദ്യമാണ് മാർക്കറ്റ് കമൻറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ഫിനാൻസ് മിനിസ്റ്ററുടെ മുന്നിൽ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററുടെ മുന്നിൽ വെച്ചതെന്നുള്ളത്. ഇപ്പം നമ്മുടെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളെന്നും സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന അമൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂവറുണ്ട്. ആ വ്യൂവർ എന്നും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എല്ലാ ആഴ്ചയും ചോദിക്കാറുണ്ട്, സർ എന്തെങ്കിലും ഈ STTയുടെ കാര്യത്തിൽ ആയിട്ടുണ്ടോ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റും ബ്രില്യൻറ്റും ഇൻ്റലിജൻറ്റും വളരെ ടൈംലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ആ യൂട്യൂബിൻ്റെ കമൻറ്റിൽ ഞാൻ റിപ്ലൈ ചെയ്തു, ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ സോഴ്സസിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ എന്താ, ഇപ്പം ഗ്രോ IPO ഏതാണ്ട് 90% 5 സെഷൻ കൊണ്ട് ഒരു പെർഫോമൻസ് അപ്രീസിയേഷൻ തരാനായിട്ടുള്ള കാരണം
ഒന്ന് ഗ്രോ എന്ന് പറയുന്ന IPOൻ്റെ പോപ്പുലാരിറ്റി തന്നെ, ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് തന്നെ, പിന്നെ സെബി ചെയർമാൻ്റെ വാക്കുകൾ, പിന്നെ ഈ ബഡ്ജറ്റിൻ്റെ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ എക്സ്പേർട്സ് പറഞ്ഞ കാരണങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ നോക്കുന്ന കാര്യം എന്താ, എവിടെയാണോ വാല്യൂ നമുക്ക് അവിടെ വലിയ സന്തോഷം തരുന്നതാണ്. അപ്പം നമുക്ക് ഏതായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഗ്രോ IPO കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ ഇഷ്ടമില്ലാത്ത 5 ദിവസം കൊണ്ട് പൈസ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞത്? അതിനകത്ത് ഓവർ വാല്യൂഷനും പ്രശ്നമല്ല, അണ്ടർ വാല്യൂഷനും പ്രശ്നമല്ല, ഓപ്റ്റിമം വാല്യൂഷനും പ്രശ്നമല്ല, PEയും പ്രശ്നമല്ല, EV to EBITDA പ്രശ്നമല്ല, ഫ്രീ ക്യാഷ് ഫ്ലോയും പ്രശ്നമല്ല, റിട്ടേൺ ഓൺ ഇക്വിറ്റിയും പ്രശ്നമല്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും ഈ സിസ്റ്റത്തിലേക്ക് വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനോ അല്ല. നമ്മുടെ പൈസ കയറുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം. വി ആർ ഹിയർ ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ളതാണ് അതിനകത്ത്. അല്ലെങ്കിൽ പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അതിൽ ഇങ്ങനെ ഒരു സ്റ്റോക്ക് തരുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് കുറ്റം പറയാനാണ്? വാല്യുവേഷൻ്റെ കാര്യത്തിൽ നമുക്കൊരു സ്റ്റാൻഡ് എടുത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ ഈ ഗ്രോ IPO കൊണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ബെനിഫിറ്റ് കിട്ടിയില്ല, നമുക്ക് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗ്രോ IPOക്ക് പൈസ ഉണ്ടാക്കിയ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കൺഗ്രാജുലേഷൻസ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതായത് അവരുടെ തീസിസ് കറക്റ്റായിട്ട് അവിടെ വന്നിരിക്കുന്നു എന്നുള്ള എന്ത് റീസണോ ആയിക്കോട്ടെ അതിനകത്ത് നടന്നു. അതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ അത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള. ബട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനഃപൂർവ്വം തന്നെ, ഇപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാത്തത്. ഞാൻ വാല്യൂഷൻ്റെ കാര്യത്തിൽ വലിയ കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. ബട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നുള്ളതും വാസ്തവം. ബട്ട് ഒരിക്കലും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി നഷ്ടമാവില്ല എന്ന് പറയാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. അറിയില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ തെറ്റാവാം. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഗ്രോൻ്റെ IPO കഴിഞ്ഞു, സ്റ്റോക്ക് ഏതാണ്ട് 90% റിട്ടേൺ തന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഗ്രോൻ്റെ IPO നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ഇന്നലത്തെ ക്ലോസിംഗ് ആണ്. ഞാൻ ഇന്നിപ്പോൾ 945 ആവാറായി. ഇന്നത്തെ പ്രൈസ് ഞാൻ എടുത്തിട്ടില്ല. ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് ഗ്രോൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്നറിയോ? 1,16,681 crores. അതായത് 1,16,600 കോടി എന്ന് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് പറയാം. അത്രയും കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ്, അതായത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ ഷെയർ പ്രൈസ് ആയിട്ടുള്ള ഈ 189 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അതായത് നമ്മൾ പറയുന്നത് എന്താ, ഒരു സിമ്പിൾ ടേംസിൽ ആ കമ്പനിക്ക് കടമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. ആ കമ്പനിക്ക് കടമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ അതിൻ്റെ പ്രൊമോട്ടറിന് കൊടുത്താൽ ഈ കമ്പനി മേടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്നാണ്. ഈ കമ്പനിയുടെ റവന്യൂ എത്ര? 461 കോടിയാണ് 2024-25. നെറ്റ് പ്രോഫിറ്റ് എത്ര? 1,824 കോടി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, 4,000 കോടി റവന്യൂ, 1,800 കോടി നെറ്റ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം. ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വേറൊരു കമ്പനിയുണ്ട്, മാർക്കറ്റ് ലിസ്റ്റഡ് ആണ്, ഏഞ്ചൽ വണ്ണിന് റവന്യൂ എത്രയെന്നറിയോ? 4,061 കോടിയാണ് ഗ്രോക്കെങ്കിൽ ഏഞ്ചൽ വണ്ണിന് 5,239 കോടിയാണ് അതിൻ്റെ റവന്യൂ. ഇനി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഗ്രോന് നോക്കുകയാണെങ്കിൽ 1,824 കോടിയാണെങ്കിൽ ഏഞ്ചൽ വൺ 1,172 കോടിയാണ്. ഓക്കെ, സെയിൽസ് ഏഞ്ചൽ വണ്ണിനാണ് കൂടുതലെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഗ്രോക്കാണ് കൂടുതൽ. എങ്കിലും ഏതാണ്ട് കട്ടക്കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഗ്രോയ്ക്ക് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ, മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അതിന് കൊടുത്തിരിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് 1,16,681 crores. എന്നാൽ ഏഞ്ചൽ വണ്ണ് കൊടുത്തിരിക്കുന്നത്, മാർക്കറ്റ് കൊടുത്തിരിക്കുന്നത് 25,369 കോടി. അതായത് ഏഞ്ചൽ വണ്ണിൻ്റെ 4 ടൈംസിൻ്റെ വാല്യുവേഷനിലാണ് ഈ പറയുന്ന ഇവർ ട്രേഡ് ചെയ്യുന്നത്, അതിൽ ഗ്രോ ട്രേഡ് ചെയ്യുന്നതെന്നുള്ള അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത് ഗ്രോനെ താത്തിക്കെട്ടാനോ ഏഞ്ചൽ വണ്ണിനെ ഫേവർ ചെയ്ത് സംസാരിക്കാനോ അല്ല. നമ്മളെ സംബന്ധിച്ച് എവിടെയാണോ മിസ്മാച്ച് വരുന്നത്, പാരിറ്റി വരുന്നത്, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് കണക്കാക്കും എന്നുള്ള. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ലൈക്ക് വൈസ് ബിസിനസ് ഗ്രോ ചെയ്യുന്ന പോലത്തെ മറ്റുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ ഞാൻ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി. അതിനകത്ത് ഏഞ്ചൽ വൺ, നുവാമ, JM ഫിനാൻഷ്യൽസ്, ചോയ്സ് ഇന്റർനാഷണൽ, IIFL ക്യാപിറ്റൽ, 5 പൈസ, ആനന്ദ് രാത്തി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഡാം ക്യാപിറ്റൽ, ഇത്രയും കമ്പനികൾ. അതായത് ഗ്രോനെ ഞാൻ മാറ്റിവെച്ച് ബാക്കി എല്ലാ കമ്പനിയും ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ കമ്പനികളെല്ലാം കൂടെ ചേർന്നിട്ട് എത്ര രൂപ റവന്യൂ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ കമ്പനികൾ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന റവന്യൂ 18,6
706 crores. 18,700 കോടിയുടെ റവന്യൂ ആണ് ഉണ്ടാക്കുന്നത് ഇത്രയും കമ്പനികൾ ചേർന്ന്. എന്നാൽ ഗ്രോ മാത്രം എത്രയാണ് ചെയ്യുന്നത്? 4,061. അതായത് അതിൻ്റെ ഏതാണ്ട് നിയർലി 4 to 5 ടൈംസ് ഈ കമ്പനികൾ എല്ലാവരും കൂടെ ചേർന്ന് സെയിൽസ്. ഇനി നമുക്ക് തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കാം. ഗ്രോന്റെ നെറ്റ് പ്രോഫിറ്റ് എത്ര? 1,824 കോടി. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കമ്പനിയും കൂടെ ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്? 3,956 കോടി. 3,956 കോടി എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രോവിൻ്റെ ഡബിള്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രോ പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ളത്? ഗ്രോ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കമ്പനിയാണ് അവരുടെ ബ്രോക്കിംഗ് സർവീസിലേക്ക്. അതായത് ഞാനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങുമ്പോൾ ഗ്രോ എന്ന് പറയുന്ന കമ്പനിയോ സിറോദ എന്ന് പറയുന്ന കമ്പനിയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ഇവർക്ക് എംപ്ലോയീസും എക്സ്പെൻസും എല്ലാം കുറവാണ്. എന്നാൽ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് അങ്ങനെയല്ല, ഫിസിക്കൽ രീതിയിൽ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിന് ഗ്രോ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ഈ കമ്പനികളെല്ലാം കൂടെ ചേർന്ന് റവന്യൂ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഗ്രോന് 4,000 കോടിയാണെങ്കിൽ 4,061 കോടിയാണെങ്കിൽ ഇവരെത്ര? ഏതാണ്ട് 4 to 5 ടൈംസ് വരെ 18,700 ക്രോസിലാണ് മറ്റുള്ള എല്ലാ കമ്പനിയും കൂടെ വരുന്നത്. എന്നാൽ ഗ്രോന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര? 1,16,681 ക്രോസ്. ഓൾ ദി അതർ കമ്പനീസ് പുട്ട് ടുഗെദർ എക്സെപ്റ്റ് ഗ്രോ എല്ലാം കൂടെ ചേർക്കുകയാണെങ്കിലും 99,713 ആണ്. ഇത്രയും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിനെക്കാട്ടിലും കൂടുതലാണ് ഈ ഗ്രോ എന്ന് പറയുന്ന. അതായത് ഇപ്പോൾ സാർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 90,000 കോടി മുടക്കുകയാണെങ്കിൽ മേടിച്ചാൽ ഒരു കമ്പനി എല്ലാം കൂടി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഗ്രോവിനേക്കാളും കൂടുതലുണ്ട്. അതായത് 1,68,000 കോടി മുടക്കുന്ന ആ ഒരു പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് 90,000 കോടി മുടക്കൽ കിട്ടും എന്നുള്ളതല്ലേ സിമ്പിളായിട്ടൊരു? ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് ഒരു കമ്പാരിറ്റീവ് റിലേറ്റീവ് വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതാണ് മാർക്കറ്റ് പറയുന്ന ഇൻഫർമേഷൻ. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററിന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പീനിയൻസ് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഞാൻ അതിനകത്തൊരു അനോമാലിറ്റി കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ ഈ ബ്രോക്കിംഗ് സ്റ്റോക്സ് ഒന്നും മേടിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഡിസ്ക്ലോഷറും കൂടെ പറയുന്നു. ഞാനത് കണ്ടപ്പോൾ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഗ്രോയിനെക്കാട്ടിലും ഇത്രയും കമ്പനികൾ ഉള്ളപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ വാല്യുവേഷൻ പാരാമീറ്റർ വെച്ചൊന്ന് ചെയ്തു. പിന്നെ ഗ്രോ എന്തുകൊണ്ടായിരിക്കണം ഈ 89% വലിയ രീതിയിൽ അപ്രീസിയേഷൻ 5 സെഷൻ കൊണ്ട് കിട്ടിയത്? നമ്മൾ പറഞ്ഞു ഗ്രോ എന്ന് പറയുന്ന IPOന്റെ പോപ്പുലാരിറ്റി തന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സെബി ചീഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത് ചിലപ്പോൾ STT അബോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നുള്ള ന്യൂസുകളൊക്കെ ആയിരിക്കാം. ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഗ്രോ എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് 100% ഷെയർ ഹോൾഡിങ്ങിൽ ഇപ്പോഴും 92.8% പ്രൊമോട്ടറിൻ്റെ അടുത്തും ഫൗണ്ടേഴ്സിൻ്റെ അടുത്തും എംപ്ലോയീസിൻ്റെ അടുത്തും ഏർലി ഇൻവെസ്റ്റേഴ്സിൻ്റെയും കയ്യിലാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് നടന്നിരിക്കുന്നത് വെറും 7.2% ആണ്. അതായത് ട്രേഡ് നടക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയും. ഇതിൻ്റെ ഫ്രീ ഫ്ലോട്ട് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ there are only a few number of shares. When more money chases too few shares, the shares will go or move up or down വെരി ഫ്രാൻറ്റിക്കലി. മനസ്സിലായോ? ഇത് താഴെ പോകുമ്പോഴും കയറി പോകുമ്പോഴും വളരെ വലിയ രീതിയിലായിരിക്കും ഇതിന് മൂവ്മെൻറ്റ് നടക്കണം. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഷെയർസ് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ള കാര്യം. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഇന്നലെ സാധാരണ ഈ മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ. ഷോർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു സാധാരണ ഇൻവെസ്റ്റർ, ഞാനിത് സാധാരണ പ്രേക്ഷകരനെ ഉദ്ദേശിച്ച് പറയുകയാണ്. നമ്മളൊക്കെ വരുന്നത് എന്താ? നമ്മളൊക്കെ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മേടിക്കാൻ വരുന്നത് 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിക്കുന്നു. അത് 101, 102, 110, 105 എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളെ വിളിക്കുന്നത് എന്താ? ലോങ് ഓൺലി ഇൻവെസ്റ്റർ എന്നാണ്. അതായത് നമ്മൾ അതിൻ്റെ ലോങ് ആണ് കഴിയും. ഷോർട്ട് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്താ? 100 രൂപയ്ക്ക് നമ്മളിത് സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്തിട്ട് സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ, അതായത് 99, 98, 97, 96, 90, 80കളിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈ ചെയ്താൽ അന്നത്തെ ട്രേഡ് ക്ലോസ് ആയി നമുക്ക് പൈസയും കിട്ടി. അപ്പോൾ ഷോർട്ട് സെല്ലേഴ്സും ഉണ്ട്, ലോങ് ബയേഴ്സും ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിനകത്തുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ ഗ്രോ IPOൻ്റെ ആ ഒരു വാല്യുവേഷൻ്റെ കാരണത്താലാണെന്ന് തോന്നുന്നു ഇന്നലെ ഒരുപാട് ഷോർട്ട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഷോർട്ട് ചെയ്തു, എന്നാൽ അവർക്ക് കവർ ചെയ്യാനും പറ്റിയില്ല. കാര്യം ഈ 7%, അതായത് 7.2% ഫ്രീ ഫ്ലോട്ട് ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് അടിച്ച് കയറിയത് കാരണം ഇവർക്ക് ഷെയർസ് ഡെലിവറി ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 30 ലക്ഷത്തിൻ്റെ ഓപ്ഷനാണ് കണ്ടതെന്നുള്ള. ഒന്നത് T+1 സെറ്റിൽമെൻ്റ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതായത് ഇത്രയും പേര് ഓപ്ഷൻ
ഓപ്ഷൻ മാർക്കറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിലേക്ക് വരുമല്ലോ, അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ കാണും. ആ ഒരു ഓപ്ഷൻ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു ഇൻഫർമേഷൻ തന്നതെന്ന് വെച്ചാൽ ഷോർട്ട് അടിച്ചവർ ഇന്നലെ പെട്ടുപോയി എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലായത് എന്നുള്ള. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ള. ബട്ട് ഒരു കാര്യം, ഇതിനകത്ത് 2 കാര്യങ്ങളും കൂടെ എനിക്കൊന്ന് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സെബിയുടെ ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ, ഗ്രോയിൻ്റെ വാല്യൂഷനും വന്നു, നമ്മളൊരു കമ്പാരിറ്റീവ് വാല്യൂഷനും പറഞ്ഞു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് 2 മാസമായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, പഴയ മാർക്കറ്റ് പ്ലെയേഴ്സ്, അതായത് ലാർജ് ഇൻവെസ്റ്റേഴ്സ്, പോപ്പുലർ ഇൻവെസ്റ്റേഴ്സ് പതുക്കെ ഈ ഗ്രോ IPO ഒക്കെ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സും IPOൻ്റെ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പല ട്രഡീഷണൽ ബ്രോക്കിംഗ് കമ്പനിയുടെ സ്റ്റോക്സും മേടിച്ചിട്ടുണ്ടെന്നുള്ള. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കീർത്തി ദോഷി എന്ന് പറഞ്ഞാൽ ആൻറ്റീക് സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ ഫൗണ്ടറാണ്. ഈ കീർത്തി ദോഷി ഏതാണ്ട് 21% സ്റ്റേക്ക് MK ഗ്ലോബലിൽ മേടിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. എനിക്കൊന്ന് കൺവെർട്ടബിൾ വാറൻ്റാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതായത് 235.9 പെർ പീസ് എന്നുള്ള രീതിയിലാണ് എടുത്തേക്കണമെന്നുള്ള. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രോക്കറേജിൽ അവിടെ നടന്നിരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് കീർത്തി ദോഷി എന്ന് പറയുന്നത്. ആൻറ്റിക്കിൻ്റെ ഫൗണ്ടർ ആണെങ്കിൽ പോലും മാർക്കറ്റിലെ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 2 മധുസൂദൻ കേല. ഈ മധുസൂദൻ കേല എന്ന് പറഞ്ഞാൽ ശുഭി കൺസൾട്ടൻസി എന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേമിൻ്റെ പേര് തോന്നും. ഈ മധുസൂദൻ കേല എന്ന് പറഞ്ഞാൽ പണ്ട് 2005-6 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വലിയൊരു മ്യൂച്വൽ ഫണ്ടായ റിലയൻസിൻ്റെ മ്യൂച്വൽ ഫണ്ട്, അതായത് റിലയൻസ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. റിലയൻസ് ക്യാപിറ്റലിൻ്റെയും റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഹെഡായിരുന്നു മധുസൂദൻ കേല. അതിനെ നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞത് ഹീ ഈസ് വെരി ക്ലോസ് ടു എന്താ പറയുക, അംബാനി ഫാമിലി എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മധുസൂദൻ കേല ഇപ്പം സ്വന്തമായിട്ടാണ്, അതിൻ്റെ പേര് ശുഭി കൺസൾട്ടൻസി എന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി 5 പൈസ ക്യാപിറ്റലിൽ ഏതാണ്ട് 22.1.5 ലാക്ക് ഷെയർസ് മേടിച്ചു അറ്റ് എ റേറ്റ് ഓഫ് 291 to 293 പെർ ഷെയർ എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകതയുള്ള റീസൺ. അതായത് ദർ ഈസ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആസ് ഫാർ ആസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സ് ഈസ് കൺസേൺ. അതായത് എല്ലാ ചേരുവകളും അതിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഗ്രോയുടെ വാല്യുവേഷൻ കാര്യങ്ങൾ തുറന്നു തന്നു. ഇനിയിപ്പോൾ മാർക്കറ്റിൽ മറ്റുള്ള കമ്പനികൾ ഇൻ റിലേഷൻ ടു ഗ്രോ മിക്കവാറും ആൾക്കാർ ഇതിനെ വാല്യൂ ചെയ്ത് തുടങ്ങുമ്പോഴാണ് മറ്റുള്ള സ്റ്റോക്ക് അനങ്ങി തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഇതൊരിക്കലും റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസായിട്ടോ കാണരുത്. ഞാൻ കണ്ട ഒരു ഇൻഫർമേഷൻ, ഒരു സ്റ്റഡി പോലും അല്ല, ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി ആ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ബയർ അല്ല, ഞാൻ ഇനി 5 ദിവസത്തേക്കും ഈ ഷെയർ ഒന്നും മേടിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഡിസ്ക്ലോഷറും എനിക്ക് തോന്നുന്നു വിഷ്ണുവും ചെയ്യത്തില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതൊന്ന് 5 പൈസയിലൊക്കെ ഇന്നലെ ഒരു മൂവ്മെന്റ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നേട്ടത്തിലായിരുന്നു. മാർക്കറ്റിൽ ഇനി അത് ഡിസ്കഷൻ വരും വിഷ്ണു. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഗ്രോയിൻ്റെ IPO ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ആ ഇൻഡസ്ട്രിയിലെ മറ്റുള്ള സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ എടുത്ത് കമ്പയർ ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയും റിട്ടേൺ റേഷ്യോസും ഒക്കെ നോക്കിയിട്ട് ഗ്രോയിനേക്കാളിലും കൂടുതൽ നല്ലത് മറ്റുള്ള കമ്പനിയാണെന്നുള്ളത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ റിലേറ്റീവ് നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ പറയുന്നത്, ഒരു കാര്യത്തിന് നമ്മൾ വാല്യുവേഷൻ ഇടുന്നത് വേറൊരു സാധനം വച്ചിട്ടാണ് വാല്യുവേഷൻ ചെയ്യുന്നത്. അതിന് വേറൊരു സാധനം കമ്പയർ ചെയ്യാൻ ഇല്ലെങ്കിൽ പിന്നെ അതിന് വാല്യുവേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വാല്യുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഓർ റിലേറ്റീവ് വാല്യുവേഷൻ എടുക്കും. അത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിലൊക്കെ സെല്ലിംഗ് വരികയാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഡീൽസ് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റും NVIDIയയും കൂടെ ഏതാണ്ട് 15 ബില്യൺ കമ്പൈൻ ചെയ്ത്, കമ്പൈൻ വെച്ചാൽ NVIDIയ 10 ബില്യണും മൈക്രോസോഫ്റ്റ് $5 ബില്യൺ കൂടെ ചേർത്ത് 15 ബില്യൺ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി. ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി എന്താ? OpenAIയുടെ കോമ്പറ്റീറ്ററാണ് ആന്ത്രോപിക് എന്ന് പറയുന്നത്. ഇത്രയും നാൾ മൈക്രോസോഫ്റ്റും NVIDIയയും OpenAIയെക്കുറിച്ച് വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചിരുന്നവർ, അവർ തന്നെ അതിൻ്റെ നേരത്തെ ഉള്ള കോമ്പറ്റീറ്ററായിട്ടുള്ള ആന്ത്രോപ്പിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഓൺ കണ്ടീഷൻ, എന്താ കണ്ടീഷൻ? ആന്ത്രോപ്പിക്ക് പറഞ്ഞിരുന്നു വെച്ചാൽ മൈക്രോസോഫ്റ്റ് അഷൂർ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസസിൽ ഇവർ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം സർക്കുലർ ഫണ്ടിങ്ങിൻ്റെ വേറൊരു രീതിയും അവിടെ നടന്നു പോകുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു $30 ബില്യൺ $30 ബില്യൺ വർത്ത് ഓഫ് മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസസ് ഈ ആന്ത്രോപ്പിക്ക് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആന്ത്രോപ്പിക്കിലേക്ക് NVIDIയയും മൈക്രോസോഫ്റ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നു. തിരിച്ച് ആന്ത്രോപ്പിക്ക് മൈക്രോസോഫ്റ്റ് അഷൂർ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസസ് യൂസ് ചെയ്യുന്നു. മൈക്രോസോഫ്റ്റ് ക്ലൗഡ് അഷൂർ സർവീസസ് യൂസ് ചെയ്യുന്ന GPOs ആരുടെയാണ്?
NVIDIA-യുടെ. അപ്പോൾ ഇത് സർക്കുലർ ഡീല് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലതാണോ ചീത്ത എന്നുള്ളത് കാലം തെളിയിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരത്തോടുകൂടി NVIDIA-യുടെ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ ഐസും എല്ലാവരും ഒത്തുനോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇതിനകത്ത് ജെൻസൺ ഹുവാങ് ഇല്ലേ, അതായത് NVIDIA-യുടെ CEO, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കമ്പനി NVIDIA-ക്ക് $500 ബില്യൺ ഒരു വിസിബിലിറ്റി ഉണ്ട്. അതായത് ഓർഡർ പൈപ്പ് ലൈൻ ഏതാണ്ട് $500 ബില്യൺ ഉണ്ട് ഫോർ ദെയർ ഫ്ലാഗ്ഷിപ്പ് GPUs. ഏതാ? ബ്ലാക്ക്വെൽ ആൻഡ് റൂബിൻ. ബ്ലാക്ക്വെല്ലും റൂബിൻ എന്ന് പറയുന്ന ആ രണ്ട് GPUസിൻ്റെ ഓർഡർ ബുക്ക് $500 ബില്യൺ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്വാർട്ടറാണ് Q3 എന്നുള്ളത്. ഇന്ന് ആ റിസൾട്ടിൽ അതെങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് മാർക്കറ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് AI-ൽ തന്നെയാണ്. ഗൂഗിൾ ലോഞ്ചസ് ജെമിനി 3 അല്ലേ, മോസ്റ്റ് അഡ്വാൻസ്ഡ് AI മോഡൽ എന്നാണ് പറയുന്നത്. അതായത് റീസണിങ് കേപ്പബിലിറ്റീസും അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഡെപ്തും ഉള്ള ഒരു AI ജനറേറ്റീവ് AI പ്ലാറ്റ്ഫോമാണ് ജെമിനി 3 എന്നുള്ള രീതിയിൽ പറയുന്നു. അതിൻ്റെ CEO ഇല്ല, ആൽഫാബെറ്റിൻ്റെ CEO സുന്ദർ പിച്ചൈ ഇതിനെ വിളിക്കുന്നല്ലോ ബെസ്റ്റ് മോഡൽ ഇൻ ദ വേൾഡ് ഓഫ് മൾട്ടി മോഡൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഏറ്റവും, അങ്ങനെയാണ് പറയുന്നത്, ഭയങ്കര റീസണിങ് ഉള്ള ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്ലാറ്റ്ഫോം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സുന്ദർ പിച്ചൈ ഇത് കൂടാതെ തന്നെ BBC-ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അതായത് ഈ പറയുന്ന ജെമിനി, ChatGPT, പെർപ്ലക്സിറ്റി, ഗ്രോക്ക് ഇങ്ങനെ പറയുന്ന പല സാധനങ്ങളിലും നമ്മളൊരു സെർച്ച് ഇൻപുട്ട് കൊടുത്താൽ അതിൽ വരുന്ന കാര്യത്തിൽ എറർ ഉണ്ടാവും. നോ ബഡി ഈസ് ഇമ്മ്യൂൺ ടു ദാറ്റ്. ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റിലും അത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ബ്ലൈൻഡായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ട്രസ്റ്റ് ചെയ്യരുതെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ദിസ് ഷുഡ് ബി റെഡ് അലോങ് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ നാസ്ഡാക്ക് AI സ്റ്റോക്സിൻ്റെ സെല്ലിംഗ് കൂടെ ഒന്ന് നമ്മൾ നോക്കണം എന്നുണ്ടായിരുന്നു. ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം എനിക്ക് തോന്നുന്നു വിഷ്ണു ഒന്ന് മെൻഷൻ ചെയ്യുകയുണ്ടായി എന്നുള്ളത്. അതായത് ഒരു ബ്രീഫ് പീരീഡിലേക്ക് $90,000 താഴെ പോയി എന്നുള്ള, അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്തത്. 10-year US ട്രഷറി ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.12%, അവിടെ വലിയ ടെൻഷൻ ഇല്ല. ഓയിൽ എനിക്ക് തോന്നുന്നു 1.1% അപ്പായിരുന്നു. ബ്രെൻഡ് 64.93 per barrel ട്രേഡ് ചെയ്യുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയണമെന്ന് വിചാരിച്ചാണ്, ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എയ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. ഈ എയ്ഡ് ഡേറ്റയുടെ റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിച്ചു. അതായത് റിസർച്ച് ലാബ് അറ്റ് ദ കോളേജ് ഓഫ് വില്യം ആൻഡ് മേരി ഇൻ വിർജീനിയ, ആ റിസർച്ച് ലാബിനെയാണ് നമ്മൾ എയ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ എയ്ഡ് ഡേറ്റ പറയുന്ന ഒരു ഇൻഫർമേഷൻ എന്നറിയോ? എയ്ഡ് ഡേറ്റ പറയുന്നത് വെച്ചാൽ അമേരിക്ക ഇത്രയും നാൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ലോകത്ത് ഒരു രാജ്യവും, അമേരിക്ക എസ്പെഷ്യലി, നമ്മൾ ആരും ചൈനീസ് ബാങ്കിൻ്റെ ലോൺ എടുക്കാൻ പാടില്ല, അത് വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ചെയ്യാനെന്നുള്ളത്. പക്ഷേ ഈ എയ്ഡ് ഡേറ്റയുടെ റിസർച്ച് പബ്ലിക്കേഷൻ ഞാൻ വായിച്ചപ്പോൾ അതിനകത്തൊരു ഗംഭീര ട്വിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് ഏതാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബിഗ്ഗസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ചൈനീസ് ലോൺ ഈസ് അമേരിക്ക ഇറ്റ് സെൽഫ് ടു ദ ട്യൂൺ ഓഫ് $200 ബില്യൺ. ഫോർ എ ക്വാർട്ടർ ഓഫ് സെഞ്ചുറി കൊണ്ട് ഇവർക്ക് കിട്ടിയത് $200 ബില്യൺ ആണ്. ഈ $200 ബില്യൺ എന്ന് പറയുന്ന ലോൺ എന്തുകൊണ്ടാണ് സീക്രട്ടായിട്ട് ഇരുന്നത്, റിമെയിൻ ചെയ്തതെന്നറിയോ? കാര്യം ഇത് നേരിട്ട് ചൈനയിൽ നിന്ന് US-ലേക്ക് വന്നതല്ല. പല ടാക്സ് ഫ്രീ ഐലൻഡുകളായിട്ടുള്ള കേമൻ ഐലൻഡ്സ്, ബർമുഡ എന്നുള്ള രാജ്യങ്ങൾ, അതായത് ചൈനയിൽ നിന്ന് ഈ പൈസ കേമൻ ഐലൻഡിലേക്കും ബർമുഡയിലും പോയിട്ട് അവിടെ നിന്നാണ് ഇത് നേരെ US-ലേക്ക് വന്നത്. അതുകൊണ്ട് ബർമുഡയെന്നോ കേമൻ ഐലൻഡിൽ നിന്നോ ഒരു പൈസ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺട്രി ഓഫ് ഒറിജിൻ, ഈ ലോൺ എവിടെ നിന്നാണ് വന്നതെന്നുള്ള ഒരു പിടിയും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സീക്രട്ടായിട്ട് ഇത് ചൈനയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നിട്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ക്രിട്ടിക്കൽ ടെക്നോളജി, നാഷണൽ സെക്യൂരിറ്റി, അതായത് നാഷണൽ സെക്യൂരിറ്റിയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകളിലാണ്. അതായത് ചൈനീസ് ഫണ്ട് വന്നിട്ട് പല US ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊരു തരം ബിസിനസ്സുകൾ? ക്രിട്ടിക്കൽ ടെക്നോളജി ഡീൽ ചെയ്യുന്ന ബിസിനസ്സുകൾ, നാഷണൽ സെക്യൂരിറ്റി, അതായത് റോബോട്ടിക് മേക്കേഴ്സ്, ബയോടെക് ഫേം, സെമി കണ്ടക്ടർ കമ്പനിയിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് ഈ എയ്ഡ് ഡേറ്റയുടെ കാര്യങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, ഇവർ പറയുന്നത് അമേരിക്ക മാറ്റിവെക്കും $2 trillion ഓഫ് ഫണ്ട് ലോകമെമ്പാടും പല രാജ്യങ്ങളുടെ, അതായത് US, UK, ജർമ്മനി, ഓസ്ട്രേലിയ, നെതർലൻഡ്സിലെ പല കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നുള്ള. ഏതൊക്കെ സെക്ടറിൽ? ഹൈടെക് അസറ്റ്സ് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏതാ? റെയർ എർത്ത്, സെമി കണ്ടക്ടർ, ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്, സബ്മറീന് വേണ്ടിയിട്ടുള്ള സെമി കണ്ടക്ടർ, റഡാറുകളിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ, പിന്നെ പ്രസിഷൻ ഗൈഡഡ് മിസൈൽസ്, ടെലികോം നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന കമ്പനികളും റെയർ എർത്ത് മിനറൽ കമ്പനികളിലും ആണ് ചൈനീസ് പൈസ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. അതുമാത്രമല്ല, ഇതൊക്കെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്, അതായത് ഏതൊക്കെ ബാങ്കുകളാണ് ഇതിന് ലെൻഡ് ചെയ്തിരിക്കുന്നതെന്നറിയോ? ഈ സ്റ്റേക്ക് എടുക്കാൻ ഇതെങ്ങനെയെന്നറിയോ? ബാങ്കുകൾ ചൈനീസ് ലോക്കൽ ബിസിനസ്സിന് ഫണ്ട് ചെയ്യും. ചൈനീസ് ബിസിനസ്സുകൾ കേമൻ ഐലൻഡിൽ കൂടെയും ബർമുഡയും കൂടെ പോയിട്ട് ലോകത്തുള്ള ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹൈടെക് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും.
അതായത് ചൈന ഡീപ്പ് റൂട്ടഡ് ആയിട്ട് എല്ലാ കാര്യത്തിലേക്കും എത്തിയെന്നാണ്. ഈ ട്രേഡൊക്കെ അഡ്വൈസ് ചെയ്യണ ആരാന്നറിയോ? ചൈനയുടെ സെൻട്രൽ ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് സെൻട്രൽ ഫിനാൻഷ്യൽ കമ്മീഷനും കൂടെ ചേർന്ന് അഡ്വൈസ് ചെയ്ത് ചൈനീസ് സ്റ്റേറ്റ് റൺ ബാങ്ക്സിനെ കൊണ്ട് ഇതേപോലെ കമ്പനികളിൽ ചൈനീസ് കമ്പനിക്ക് പൈസ കൊടുത്ത് അവർ ടാക്സ് ഫ്രീ ഹെവൻസിൽ കൂടെ റൗട്ട് ചെയ്ത് പല പല രാജ്യങ്ങളിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസും ടെക്നോളജിയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫണ്ണി ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്താം. അതായത് 2015 അതായത് എയ്ഡ് ഡേറ്റയുടെ റിപ്പോർട്ട് ഞാൻ വായിക്കുമ്പോൾ മനസ്സിലായ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം, 2015 ചൈനീസ് സ്റ്റേറ്റ് ബാങ്ക് ഫിനാൻസ് ചെയ്തു ഒരു ഡീല്. ഏത് ഡീലാണെന്നറിയോ? 1.2 ബില്യൺ ആണ് ചൈനീസ് ബാങ്ക്സ് ഈ ഒരു ബിസിനസ് ഫോംസിന് ചൈനീസ് കമ്പനിക്ക് ഏതാണ്ട് $1.2 ബില്യൺ ഫിനാൻസ് ചെയ്തു. എന്തിനാണെന്നറിയോ? ഈ കമ്പനിയെ കൊണ്ട് വേറൊരു കമ്പനി മേടിപ്പിക്കാൻ. ഒരു അമേരിക്കൻ ഇൻഷുറർ കമ്പനിയാണ്, അതിൻ്റെ പേര് അയൺ ഷോർ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ അയൺ ഷോർ എന്ന് പറയുന്ന കമ്പനിയുടെ ക്ലയൻസിനെ കേട്ടാൽ നിങ്ങൾക്ക് രസം വരും. സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി CIA, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI. CIA FBI ക്ലയൻ്റ് ആയിട്ട് ഉള്ള ഈ അയൺ ഷോർ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് $1.2 ബില്യൺ ഒരു ചൈനീസ് കമ്പനി ഫണ്ടഡ് ബൈ ചൈനീസ് ബാങ്ക്സ് ബർമുഡ വഴി കേമൻ ഐലൻഡ് വഴി മറ്റുള്ള ടാക്സ് ഹെവൻസും വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. സാർ, നമുക്ക് ഇന്ന് ഏത് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, നമ്മൾ ഇന്നലെ നമ്മുടെ ഓപ്പണിംഗ് ഹവേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിൽ US ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസ മിക്കവാറും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ്. കാര്യം ഈ കാരണം കൊണ്ടാണല്ലോ 2024 സെപ്റ്റംബർ ഒക്ടോബർ മുതൽ നമ്മൾ ഈ നവംബർ 2025 വരെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്ത് പൈസ ഗ്ലോബൽ മണി നേരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിലേക്ക് പോയത്. അതിൻ്റെ മേജർ റെസിപ്പിയൻ്റ് US മാർക്കറ്റുമായിരുന്നു, പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ US അങ്ങനെ ഒരു സെല്ലിംഗ് നടക്കുകയാണെങ്കിൽ ഇന്ത്യ വിൽ ബി ദ ബെനിഫിഷ്യറി ഓഫ് ആൻറ്റി AI ട്രേഡ്. AIക്ക് വിപരീതമായിട്ട് വരുന്ന ഒരു ട്രേഡിന് ഇന്ത്യ ബെനിഫിഷ്യറി ആവുമോ എന്നുള്ളത്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ ലാസ്റ്റ് 5 ദിവസം ഞാൻ ഈ പറയുന്ന ഡേറ്റ ഡോളർ ടേംസിലാണ്. നമ്മൾ ഈ ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ടുള്ള കണ്ണിൽ കാണരുത്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ണിൽ. അതാണ് ഞാൻ ഡോളർ ടേംസിൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് 5 ദിവസം കോസ്പി എന്ന് പറഞ്ഞാൽ AI ഹെവി മാർക്കറ്റാണ്, ഈസ് ഡൗൺ ബൈ -5.2. നിക്കൈ അനദർ AI ഉള്ള ഒരു മാർക്കറ്റാണ്, ഈസ് ഡൗൺ ബൈ 4.8. തായ്വാൻ another AI heavy stock market is down by 4.6%. Shanghai is down by -3.2%. Whereas in dollar terms, India or Nifty is up by 0.8%. അതായത് അവിടെ സെല്ലിംഗ് വരുന്ന പൈസയാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. വിൽ ഇന്ത്യ ബി എ ബെനിഫിഷ്യർ ഓഫ് ആൻറ്റി AI ട്രേഡ് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യണമെന്നുള്ളൂ. ഇനി സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്കാണ്. സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഇത് വലുതായിട്ട് സംസാരിക്കാനൊന്നുമില്ല വിഷ്ണു. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ആമസോണിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് വായിക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പീപ്പിൾ ലൈക്ക് യു ബോട്ട് ദിസ് എന്ന് പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ കാണിക്കും. അതായത് വേറെ ആരോ ഇത് വാങ്ങിച്ച ഒരാൾ, ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച ആൾ അല്ലെങ്കിൽ നോക്കിയ ആൾ ഇതേപോലത്തെ വേറെ കാര്യങ്ങളും കൂടെ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില ഇൻഫർമേഷൻസ് നമ്മുടെ അടുത്തേക്ക് വരും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ആമസോണിൽ കയറിയിട്ട് നമ്മളൊരു മൊബൈൽ മേടിക്കാനായിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്തു എന്ന് വെച്ചോളൂ. ആമസോൺ തന്നെ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഫോണിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ ഗാർഡ്, ബാറ്ററി, ആക്സസറീസ്, കവർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് കാണിക്കും. എന്താണത്? അതായത് ആമസോൺ ഈ ഡേറ്റ ഉപയോഗിച്ച് ഒരു അനലിറ്റിക്സ് നടത്തി നമ്മളെ റീഡ് ചെയ്ത് നമ്മളെ കൊണ്ട് ടെംപ്റ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും ബൈ ചെയ്യാൻ മേടിക്കുന്നു എന്നുള്ള രസം. അത് മാത്രമല്ല, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സിനിമകൾ ആരുടെയൊക്കെയാണ്, എന്തൊക്കെ ജോണർ സിനിമകളാണ് കാണുന്നത്, ഏതൊക്കെ ടൈമിലാണ് കാണുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നെറ്റ്ഫ്ലിക്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ അടുത്ത പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ടൈപ്പ്, ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ടറിൻ്റെ സിനിമകളൊക്കെ പോപ്പുലേറ്റ് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 നെറ്റ്ഫ്ലിക്സ് കാണണമെങ്കിൽ ഒരു 7-7:15 ആകുമ്പോഴത്തേക്കും ഒരു പോപ്പപ്പ് മെസ്സേജോ ഒരു നോട്ടിഫിക്കേഷനോ വരും, യുവർ ഫേവറേറ്റ് സിനിമ ഈസ് റെഡി എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതായത് അത് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് വാട്ട്? ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ള. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മളൊരു സ്പെസിഫിക് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടിപ്പുറത്ത് സജഷൻസ് വരും, റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതിനോട് സാമീപ്യമുള്ള ഒരു എന്താ പറയുക സമാനതകളുള്ള വീഡിയോസ് നമ്മളെ കാണിക്കുന്നത്. അതായത് നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും ഡിജിറ്റലായിട്ട് വരുന്ന സാധനത്തിനെ പഠിച്ചിട്ട് നമുക്ക് വേണ്ടി ക്യൂരേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നു. നമുക്കറിയാലോ, സ്വിഗ്ഗി, സൊമാറ്റോ നമ്മൾ ഫുഡ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മൾ എന്തൊക്കെ ടൈപ്പ് ബിരിയാണി ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ബിരിയാണി കടകൾ തന്നെയാണ് അവരുടെ റിയൽ എസ്റ്റേറ്റിൽ കാണിക്കുന്നത്. അതായത് സ്ക്രീൻ റിയൽ എസ്റ്റേറ്റ്
സൈഡിൽ കാണിക്കുന്നത് ബിരിയാണി കടകൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യണ സമയം, നമ്മളിപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മളൊരു ഐസ്ക്രീം ഓർഡർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ ഒരു മെസ്സേജോ നോട്ടിഫിക്കേഷനോ ഐസ്ക്രീം കഴിക്കുന്നില്ലേ, ഇതൊക്കെ പുതിയ കടകളിൽ പുതിയ ഇത് വന്നു എന്നൊക്കെ രീതിയിൽ ഭയങ്കര രീതിയിൽ അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന പ്രോഡക്റ്റുകളാണ് എന്നുള്ള. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്. അതായത് നമ്മളിരിക്കുന്ന റോഡിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഏരിയയിൽ സ്വിഗ്ഗിക്കും സൊമാറ്റോ അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഫുഡ് ഏതാണ്, ഏത് സമയത്താണ് മേടിക്കുന്നത്, ഏത് വീടാണ് മേടിക്കുന്നത്, എന്താണ് ആ ഡിഷ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആപ്പുകളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന പോലെ നമ്മൾ ഗൂഗിളിൽ കയറി എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യണം. തമാശയ്ക്ക് ഞങ്ങൾ ഈ എഞ്ചിനീയറിംഗ് ഫ്രണ്ട്സ് കൂടുമ്പോൾ പറയും, ഈ ഭാവിയിലൊക്കെ ഇനി നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ മകനൊക്കെ ഒരു പറയുന്ന പോലെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. കാര്യം രാവിലെ മുതൽ എല്ലാ സ്വഭാവവും, അതായത് നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യണം, എവിടെ പോകണം, ലൊക്കേഷൻ ഏതാണ്, ഇതെല്ലാം ഗൂഗിളിനറിയാം. അപ്പോൾ ഗൂഗിൾ സർട്ടിഫൈഡ് ബ്രൈഡ് ഗ്രൂം അല്ലെങ്കിൽ ഗൂഗിൾ സർട്ടിഫൈഡ് ബ്രൈഡ് എന്നുള്ള രീതിയിലേക്ക് കാലം മാറും എന്നൊക്കെ നമ്മൾ തമാശ പറയും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എവറി ബിസിനസ് ബ്രാൻഡ്സ്, അതായത് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ പോകണം, ഗൂഗിൾ, സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ബുക്ക് മൈ ഷോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ്, ട്വിറ്റർ, എക്സ്, ഇതൊക്കെ നമ്മൾ ഏതാണ്ട് ഡെയിലി ലൈഫിൽ ഒരു വീക്കിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ നമ്മൾ ചെന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇന്റലിജൻസ് അത് ലീവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അർത്ഥം അല്ലേ. ആ ഡേറ്റ മീനിങ്ലെസ് ആണ്, അത് അവിടെ കിടക്കുകയാണെങ്കിൽ മീനിങ്ലെസ് ആണ്. പക്ഷേ ആ ഡേറ്റയെ ഉപയോഗിച്ച് അതിനെ ഡെസിഫർ ചെയ്ത് അതിൽ നിന്ന് ഒരു ഇന്റലിജൻസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ബിസിനസ്സുകളെ അഡ്വൈസ് ചെയ്ത്, കണ്ടോ ഈ മനുഷ്യന് ഇഷ്ടം ഇതൊക്കെയാണ്, ഈ മനുഷ്യൻ ഈ സമയങ്ങളിലൊക്കെയാണ് കഴിക്കുന്നതൊക്കെ ഉള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ആക്ഷനബിൾ പ്രോഫിറ്റബിൾ ഡേറ്റ ആക്കി മാറ്റിയാൽ മാത്രമേ കമ്പനികൾക്ക് ഗുണമുള്ളൂ എന്നുള്ളത്. അപ്പം ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഓഫർ ചെയ്യുന്ന കമ്പനികൾ, അതുകൂടാതെ ജനറൽ ബിസിനസ്സുകൾക്കൊക്കെ കസ്റ്റമറിലേക്ക് എത്തി കസ്റ്റമറിന്റെ പ്രിഫറൻസും ടേസ്റ്റും മനസ്സിലാക്കി കസ്റ്റമറിന് ആവശ്യമുള്ള സാധനം ക്യൂരേറ്റ് ചെയ്ത് അയാൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കമ്പനി വേണം. ആ കമ്പനി ഈ ഡേറ്റ പഠിക്കണം, അത് അനലൈസ് ചെയ്യണം, മൈനിങ് ചെയ്യണം, അതിന് മോഡൽസ് ഉണ്ടാക്കണം, അതിന് ഫോർകാസ്റ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന കമ്പനികളെയാണ് നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് കമ്പനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയുടെ ഒരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്യുവർ പ്ലേ ഡേറ്റ അനലിറ്റിക്സ് കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. അതിനെ പറയുന്നത് ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് എന്നാണ്. അവർക്ക് ക്ലയന്റ് ആയിട്ടുള്ള ഏതാണ്ട് ഫോർച്യൂൺ 500 കമ്പനിയിലെ നല്ലൊരു വിഭാഗം കമ്പനീസ് അവരെ ക്ലയന്റ് ആണ് എന്നാണ് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ക്ലയന്റ് ലിസ്റ്റ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ, എവറി ബിസിനസ് ഡിസിഷൻ ടുഡേ ഈസ് പവർഡ് ബൈ ഡേറ്റ. ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് ടേൺസ് ദാറ്റ് ഡേറ്റ ഇൻ ടു പ്രോഫിറ്റ്. ആ ഡേറ്റയെ പ്രോഫിറ്റ് ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിനകത്തുള്ള പ്രോസസ്സ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം ആ ചെയ്യുന്നത് കംപ്ലീറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നമുക്ക് മനസ്സിലായല്ലോ, അതായത് നമ്മൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യൂവർ ഡിജിറ്റലായിട്ട് ഇടുന്ന ഫുട് പ്രിന്റിനെ ആ ഡേറ്റയെ എടുത്ത് മീനിങ് ഫുൾ പ്രോഫിറ്റബിൾ ഡേറ്റ ആയിട്ട് മാറി കമ്പനികൾക്ക് കൊടുത്ത് കമ്പനിക്ക് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പല രീതിയിലുള്ള ടൂൾസ് കൊടുക്കും, ഡാഷ്ബോർഡ് കൊടുക്കും, AI അതായത് ജനറേറ്റീവ് AIs ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, ഓട്ടോമേറ്റഡ് റോബോട്ട് എന്ന കോപൈലറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന കമ്പനിയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ FY 24-25 റവന്യൂ എന്ന് പറയുന്നത് 848 crores ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 173 കോടിയാണ്. ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 470 രൂപയാണ്. മാർക്കറ്റ് ക്യാപ്പ് 9750 ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഈ കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞത് ഒരു ബിസിനസ് അവതരിപ്പിച്ചു എന്നുള്ളത്. അതായത് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ സംസാരിക്കുമെങ്കിലും ഈ പറഞ്ഞില്ലേ, ഈ ഡേറ്റ അനലിറ്റിക്സിൻ്റെ പുറകിൽ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കമ്പനിയെ ശരിക്കും പറഞ്ഞാൽ വലിയ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോപ്പുലർ അല്ല, നല്ല രീതിയിൽ പോയ സാധനം കുറച്ച് നാളായിട്ട് ഒരു അണ്ടർ പെർഫോമർ ആയിരുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതൊരു ബിസിനസ് നിങ്ങളുടെ മുന്നിൽ നോ യുവർ ബിസിനസ് ഉള്ള രീതിയിൽ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ നിങ്ങൾ കണക്കാക്കാതിരിക്കുക. എനിക്ക് പേഴ്സണലി ഈ സ്റ്റോക്കിൽ ഹോൾഡിംഗ് ഇല്ല. ഇനി അടുത്ത 5 ദിവസത്തേക്ക് ഞാൻ മേടിക്കാനും പോകുന്നില്ല. അതേപോലെ തന്നെ വിഷ്ണുവിനും ഇതിനകത്ത് ഹോൾഡിംഗ് ഇല്ല. വിഷ്ണുവിൻ്റെ പേഴ്സണൽ ഡിസ്ക്ലോഷർ വിഷ്ണു ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അടുത്ത 5 ദിവസത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം ചെയ്യുക. ഇതൊരു അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക. ഓവർ ടു യു വിഷ്ണു.
എന്തായാലും സാർ പറഞ്ഞോടെ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു ഓഹരിയിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 500 എന്നൊരു പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 7% നേട്ടവും ഇപ്പോഴത്തെ ഒരു നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടെ നമ്മൾ ഏതായാലും ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ റിസർച്ച് ടീം അടുത്ത മണിക്കൂറിലൊക്കെ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.